ചേട്ടൻ എന്താ ഇപ്പൊ തൈക്കോണ്ടോ ക്ലാസ്സിനൊന്നും വരാത്തെ? മേരി ഭയങ്കര ഉഴപ്പാണ് കേട്ടോ. മേരി ക്ലാര ഇവിടെ ഇരിക്കുന്നുണ്ട്, ഞാൻ കാണിച്ചുതരാം. ഇത് നോക്ക്. നീ എന്തിനാണ് ഇത് എപ്പോഴാ ലൈലാസന്റെ വാലെ തൂങ്ങി നടക്കുന്നത്? അവനൊരു ലോക തല്ലിപ്പൊളിയാ. അടിയും ഇടിയും അവന്റെ ഒരു ഷോ. അതാണ് ലൈലാസുരൻ ചേട്ടൻ. പുള്ളി വെറും ചുമ്മാണ്. അല്ലാണ്ട് ചെലവന്മാരെ പോലെ കിടന്നോ ചോറുണ്ടോ ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീംസ്. നിനക്ക് കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ മേരി. എന്താ സ്വന്തം ലൈഫിൽ തീരുമാനം എടുക്കാൻ കഴിയാത്തവരാരും എന്റെ ലൈഫിൽ ഇടപെടാൻ നിൽക്കണ്ട. അയാളായിരിക്കും എന്താ എടുക്കുന്നില്ലേ? ഇഷ്ടല്ലേ കട്ടി. ഹലോ. ആ കഴിച്ചു. ഇല്ല കിടന്നിട്ടില്ല. കുറച്ചും കൂടെ അസൈൻമെന്റ്സ് പെൻഡിങ് ഉണ്ട്. ശരി, ഗുഡ് നൈറ്റ്. ഇയാൾക്ക് ഇതേ ചോദിക്കാനുള്ളൂ? നിനക്ക് വേറെ പണിയില്ലേ? നീ നിന്റെ കാര്യം നോക്കൂ. അന്തസ്സുള്ളവരൊക്കെ അങ്ങനെ. നീ നിന്റെ കാര്യം ശരിക്കും ഒന്ന് ആലോചിച്ച് തീരുമാനിച്ചാ നിനക്ക് കൊള്ളാം. ഒരു യോഹന. അഭിലാഷ് കുമാർ FM, തന്റെ മുഖത്തൊരു ടെൻഷൻ ഉണ്ടല്ലോ. എക്സാം ഹാളിലും ടെൻഷൻ വരികയാണെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മുന്നിൽ ഇരുന്നുകൊണ്ട് ഒരു ഡീപ് ബ്രീത്ത് എടുക്കുക. ഇതാ ഇങ്ങനെ ഇൻഹീൽ. ഓളിയായിട്ട് പിള്ളേര് കളർ വെള്ളം കലക്കി ഒഴിച്ചാ. സാഹിബിന്റെ ഉപദേശപ്രകാരം ഞാൻ ഈ ചാപ്റ്റർ നോക്കിയിട്ടില്ല. എന്തറലേലു എന്തൊരു ആപ്പറ ഒരു രസമില്ല. അത് ഈ പരീക്ഷ കഴിഞ്ഞ് തോക്കുമ്പോ റെഡി ആയിക്കോളും. അതല്ലടാ, ഞാനും മേരി തമ്മില് എനിക്കെന്തോ എന്തെന്തോ അറിയില്ലടാ. എക്സാം തുടങ്ങിയില്ലേ? ഇപ്പൊ തുടങ്ങും. പിന്നെ ചേട്ടാ, നാളെ കഴിഞ്ഞാൽ നാഷണൽസിന് പോകും. ഇനി കുറച്ച് ദിവസം ഉണ്ടാവില്ല. ഞാൻ വരുമ്പോഴേക്കും ക്ലാരയോടും പപ്പയോടും കാര്യങ്ങളൊക്കെ പറഞ്ഞൊന്ന് പെട്ടെന്ന് സെറ്റ് ആക്കാൻ നോക്ക്. മറക്കണ്ട, ഇനി അധികം സമയമില്ല കേട്ടോ. അപ്പൊ ശരി, എക്സാം നടക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. പരീക്ഷ പഠിക്കണേ. അവളുടെ വർത്താനം കേട്ട് കഴിഞ്ഞാൽ എനിക്ക് അവളുടെ ചേച്ചിയോട് പ്രേമാണെന്ന് തോന്നുന്നു. എല്ലാവരും സമ്മതിക്കണേ എനിക്ക് അവിടെ വീട്ടിൽ പോയിട്ട് കല്യാണം ആലോചിച്ച പോരെ. നീ ഇതൊക്കെ എന്നോടല്ല ചോദിക്കണ്ടേ, പോയി അവളോട് ചോദിക്കും. ഞാൻ ചോദിക്കും. അതിനെന്താ ചൂടാവണത്? അല്ല, അയ്യോ അവര് എക്സാം വന്നെങ്ങട് അതേപോലെ നമ്മളുണ്ട്. അമന്യ എന്റെ തുണ്ടെനിക്ക് തരൂലേ? ഒരാളും കോപ്പി അടിക്കാന്ന് വിചാരിക്കരുതേ, എനിക്ക് പുറകിലും കണ്ണുണ്ട്. മാസങ്ങളായി സ്ഥിരമായി എന്റെ മേശയിൽ ആരോ ലെറ്റർ കൊണ്ടുപോയി വെക്കുന്നുണ്ട്. ഇന്ന് അതിനൊരു അവസാനം ഉണ്ടാവണം. ആരാണെങ്കിലും കർത്താവിന്റെ നാമത്തിൽ ഇന്ന് തന്നെ വന്ന് മാപ്പപേക്ഷിക്കണം. അതല്ലെങ്കിൽ എത്ര സമയം എടുത്താലും ഞാൻ തന്നെ കൈയക്ഷരം വെച്ച് കണ്ടുപിടിച്ചിരിക്കും. ഏതെന്നാ അറിയണാവോ മിസ്സിനൊക്കെ ലവ് ലെറ്റർ വെക്കണത്? വല്ല സാറുമാരൊക്കെ ആയിരിക്കും. പ്രൊഫസർ HOD തരകനായിരിക്കും. ഇഫുടാ, എക്സാം എങ്ങനെയുണ്ടാ? നീ ജയിക്കോ? നീ ജയിച്ചാ ഞാനും ജയിക്കും. അപ്പ തോറ്റ്. അല്ല, നമ്മളിപ്പോ എങ്ങോട്ടാണ് പോണത്? നീ നേരത്തെ ഒരു അനൗൺസ്മെന്റ് കേട്ടായിരുന്നു. ഏതൊരു നാരി നമ്മുടെ മേശി മിസ്സിനെ ലവ് ലെറ്റർ വെച്ചല്ലേ? അങ്ങനെ ഏതൊരു നാരില്ല, അത് ഞാനാണ്. നീ എന്താണ് പറയണത് ഫിഫു? ഇതൊക്കെ വലിയ പ്രശ്നമാവൂട്ടാ. എന്തുട്ട് പ്രശ്നം? എനിക്ക് മിസ്സിന് ഇഷ്ടമായോണ്ടല്ലേ. ഇഷ്ടം തേങ്ങയാണ്. ആരെങ്കിലും പഠിപ്പിക്കണം മിസ്സിനെ ലവ് ലെറ്റർ വെക്കും, അത് മേഴ്സി മിസ്സിന്. നാറി ഇടിച്ചോണ്ടല്ലോ നാറികളെ. അപ്പൊ നീയൊക്കെയാണല്ലേ മിസ് മേഴ്സി ലവ് ലെറ്റർ വെച്ചത്? അത് സാറേ, ഇവനൊരു അബദ്ധം പറ്റി പോയതാണ് സാറേ. അത് സാറേ, എനിക്ക് മേഴ്സി മിസ്സിനെ ഒരുപാട് നാളായിട്ട് മിസ്സിനെ ചുമ്മാ പറ്റിക്കാൻ വേണ്ടി തമാശക്ക് അവൻ ചെയ്തു പോയതാണ് സാറേ. അവന് ടീച്ചർ ഒന്നും കൊടുത്ത് പറഞ്ഞു വിടരുത് സാറേ, പ്ലീസ് സാറേ, പ്ലീസ്. തമാശ കളിച്ച് മിസ് മേഴ്സി കരയിപ്പിച്ചപ്പോ സമാധാനമായില്ലേ സാറേ?
അവന്റെ ഭാവി നശിപ്പിക്കരുത് പ്ലീസ്. സാറേ ഞാൻ എങ്ങനെയാ? ഒന്ന് സംസാരിച്ചു നോക്കട്ടെ. എനിക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റത്തില്ല. റിജു ഫെർണാണ്ടസ് ഫെർണാണ്ടസ് തേങ്ങയാണ്, തേങ്ങ. നിന്നാണ്ടല്ലേ ഇടിച്ച് വാ മിസ്സിന്റെ അടുത്ത് സോറി പറയാൻ പോ. നടക്കം ഇങ്ങട്. നീക്ക് ഇത് എങ്ങോട്ട് റൈഡിച്ച് കളി കയറി പോകുന്നത്? മേഴ്സിനേനാൻ ദേഷ്യത്തിലായിരിക്കും. പാവം. ഞാൻ അവിടെ ചെന്ന് മേഴ്സിനേനാനോട് കാര്യങ്ങൾ സംസാരിച്ച് സോൾവ് ആക്കിയിട്ട് വിളിക്കും. അപ്പൊ കയറി വന്നോണം, മാപ്പ് പറഞ്ഞോണം. ആ ഇവൻ പറയും പറയില്ലേ? ആ പറഞ്ഞാ നിനക്ക് സാറേ, കൊള്ളാം. please, എങ്ങനെ- മതി. ആ. പറയാം. ആ മിസ് മേഴ്സിനേനാൻ, ഞാനൊരു ഞാൻ ഒരുപാട് ആഗ്രഹിച്ചത് അത് സാറായിരിക്കണമെന്ന്. എനിക്ക് സാറിന് ഒരുപാട് ഇഷ്ടമാണ്. അത് ഞാനാണ്. നീ ഇപ്പൊ അത് സാർ അല്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല. എനിക്ക് സാറിന് ഒരുപാട് ഇഷ്ടമാണ്. അല്ല മിസ് മേഴ്സിനേനാൻ, ഞാൻ ഒന്നും പറയണ്ട, എനിക്കറിയാം എന്നെ ഇഷ്ടമാണ്. നമ്മളെ ഇഷ്ടപ്പെടുന്നവരെയാണ് നമ്മൾ ഇഷ്ടപ്പെടേണ്ടതെന്നൊരു മഹാൻ പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ? ഇല്ലേ ഉണ്ടോ ഇല്ലേ? ഇല്ലേ ഇല്ലേ? നിങ്ങൾക്ക് എന്താ കണ്ണില്ല? സോറി, ഞാൻ കണ്ടില്ല. മോളെ ഒരു കാര്യം ചെയ്യും, ഇത് തുടച്ചെന്നിട്ട് പോയാ മതി. ഞാൻ അറിയാതെ പറയാതെ ഒന്നുമില്ല, ഇത് തുടച്ചെന്നിട്ട് പോയാ മതി. എനിക്കൊരു പ്രോജക്റ്റ് വർക്ക് ഉണ്ട്, ഒന്ന് മാറി ഞാൻ പോട്ടെ. പ്രൊജക്റ്റോ അസൈൻമെന്റോ എന്താന്ന് വെച്ച് ചെയ്തോ, പക്ഷെ ഇത് തുടച്ചെന്നിട്ട് പോയാ മതി. നീ വാ ലൈലാസുര, നീ കളത്തിലിറങ്ങിയാലല്ലേ ഹൃദയരഞ്ജനൊരു ത്രില്ലുള്ളൂ. നിനക്ക് ഹൃദയരഞ്ജന കുറെ നാളായി നീ തുടങ്ങിട്ട്. നിന്റെ വീട്ടിൽ എന്നെ വിളിക്കുന്ന കിങ്ങിണിന്നല്ലോ. അല്ല ആർക്കോ കിങ്ങിണി നെഞ്ചത്ത് കളർ മതിക്കും. ഞാൻ കിങ്ങിണി ഇങ്ങോട്ട് മാറും. കിങ്ങിണി മാറാനാണ് പറഞ്ഞത്. കിങ്ങിണി മാറാനാണ് പറഞ്ഞത്. ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞല്ലേ മാറാൻ. ഇതിലും മാറാം. കിങ്ങിണി അല്ല രഞ്ജ, ആ കുട്ടി നമ്മള് പണി പോളിയാ. ഒരു തരി കളർ എഴുതാൻ ഞാൻ സമ്മതിച്ചില്ല, കണ്ടില്ലേ? എന്താ ചിരിക്കണേ? ഏയ് ഒന്നുമില്ല, ഏയ് ഒന്നുമില്ല. എന്തോണ്ടല്ലോ, ഇയാളുടെ മുഖത്ത് ചിരിയൊക്കെ വരുമല്ലേ? ലൈലാസുറിന് ഓടി വരാണ്ടപ്പോ ഞാൻ കരുതി എന്തോ വലിയ പ്രശ്നം ഉണ്ടാക്കാനുള്ള വരവാണെന്നാ. ആള് ഇത്ര ഉള്ളല്ലേ? അത് ഞാനും ഫിഫും കൂടി തമാശക്ക്. അല്ല, നിങ്ങൾ എന്തെങ്കിലും സീരിയസ് ആയിട്ട് സംസാരിച്ചിരിക്കായിരുന്നോ? കുറച്ച് സീരിയസ് ടോക്ക് ആയിരുന്നു. ലൈലാസുരൻ വന്നത് നന്നായി. ക്ലാര ഇന്ന് ലൈബ്രറി പോയില്ലേ? അത് അവിടുത്തെ ബുക്സ് മൊത്തം വായിച്ചു തീർത്താ. എന്തിനാ വീണ്ടും വരാനാണോ? പിന്നെ ഞാൻ ബുക്കുമായിട്ട് അങ്ങോട്ട്. അയ്യോ, അത് ഞാൻ അറിയാണ്ട് തമാശക്ക്. ഒന്നും മറന്നിട്ടില്ലല്ലേ? ലൈലാസുറിനെ ഇനി കുളിയൊക്കെ കഴിഞ്ഞ് എപ്പോഴാ വീട്ടിൽ പോകുന്നത്? അതിന് ആഘോഷം തുടങ്ങിയിട്ടില്ല. സമയം ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കാല്ലേ. കുഴപ്പമില്ല, നടക്കട്ടെ നടക്കട്ടെ. Sorry ട്ടോ, അറിയാണ്ട് പറ്റിപ്പോയതാ. ശരി, എന്നാ കാണാം. എന്തൊരു അവസ്ഥയാണ് ഫിഫു. ഡാ, നീ എന്തിനൊന്ന് വൈകുന്നേരം എൻ്റെ അടുത്ത് മിണ്ടാതെ പോയത്? ഫിഫുടാ, ഡാ,
ഞാനിന്ന് ക്ലാരയായിട്ട് സംസാരിച്ചടാ. എടാ അവളൊരു പാവാടാ. എടാ നീ എന്തെങ്കിലും ഒന്ന് പറ. എനിക്ക് മിസ്സിനെ മറക്കാൻ പറ്റണില്ലടാ. വിഷമം വരണ്. എന്നിട്ട് ബാക്കി പറ. ആദ്യമായിട്ട് മിസ് നമ്മുടെ ക്ലാസ്സിൽ വന്ന് പ്രാർത്ഥന ചൊല്ലിയപ്പോഴും, ഞങ്ങളൊരു തവണ അന്താക്ഷരി കളിക്കുന്ന സമയത്ത് മിസ് വന്നപ്പോ ഞങ്ങൾ കളിയാക്കി പള്ളിപ്പാട്ട് പാടിയപ്പോഴും, ഞാൻ വെച്ച ഓരോ കത്തുകളും മിസ് എടുത്ത് ആകാംക്ഷയോടെ വായിച്ചപ്പോഴും ഞാൻ മനസ്സിൽ ഉറപ്പിച്ചതാ, ദൈവം എന്തോ എനിക്ക് വേണ്ടി ഭൂമിയിലേക്ക് അയച്ച മാലാഖയാണ് മേഴ്സി മിസ് എന്ന്. മാലാഖേ? ആ ആ, എല്ലാം വെറുതെ ആയി പോയില്ലേ? എടാ മഹാകവി, നീ ഇങ്ങനെയാണ് മിസ്സിന് എഴുതി കൊടുത്തത്? ആ എടാ നിന്റെ ഇഷ്ടം മിസ്സിന് അറിയാത്തോണ്ട് മിസ്സിന് ഇഷ്ടമുള്ള സാറിനോട് മിസ് പോയി. മിസ്സായി പോയി ഫിഫു. അത് വിട്ടുകളാ. എന്നാലും എന്റെ ഇഷ്ടം മിസ്സിനോടൊന്നും തുറന്നു പറയാൻ പറ്റിയില്ല. തുറന്നു പറയാഞ്ഞത് നന്നായി. മിസ് അങ്ങനെ ഇത് അറിഞ്ഞിരുന്നില്ല, നിന്റെ മോറുത്തി അടിച്ചേനെ. അതെ, അച്ഛനാണ് ഈ കാര്യങ്ങൾ പറയട്ടെ. വേണ്ട പറയലറ, അച്ഛനെ ചീത്ത പറയും. അപ്പൊ നീ മര്യാദയ്ക്ക് സംഭവം വിട്ടോ, അല്ലെങ്കിൽ ഞാൻ അച്ഛൻ്റെ അടുത്ത് പറയും. ഞാൻ പറഞ്ഞത് അനുസരിച്ചോ നീ. അയ്യോ, ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ അച്ഛോ. നീ എന്താ ഇവിടെ? നിനക്ക് വീട്ടിൽ പോറായില്ല? അല്ലാതെ എക്സാം ആയിട്ട് ഞങ്ങൾ രണ്ടുപേരും കമ്പൻ സ്റ്റഡി ആയിട്ട് ഇങ്ങനെ ചുമ്മാ തമാശക്ക് വർത്താനം പറഞ്ഞ്. എക്സാം ആണെന്ന് അറിയാം, നന്നായിട്ട് പഠിക്കുന്നില്ലെന്നും അറിയാം, നന്നായിട്ട് നോക്കൂലേ? ആ നീയും ഭക്ഷണം കഴിച്ചോ രണ്ടുപേരും? മെസ്സടക്കാറായി. എന്നാ പെട്ടെന്ന് പോയി കഴിക്കാൻ രണ്ടാളും. അല്ല ഞാൻ വീട്ടിൽ പോയി. എന്നാ നീ വീട്ടിൽ പോയി കഴിക്കേ, നീ മെസ്സിൽ പോയി കഴിക്കേ. ഞാൻ നേരത്തെ കഴിച്ചു. അന്ന് നമ്മൾ യേശുവിനെ കണ്ടു. എന്ത് സാധനത്? എന്റെ ഫിഫു, നീ ഞാൻ പറയണത് മനസ്സിലാക്ക്. ടീച്ചറിനെ കുറുക്കൻ അല്ല സാറുണ്ടായി. അതുകൊണ്ട് നാളെ വീട്ടിൽ വന്ന് ഒരു ദോശയും ചമ്മന്തിയും കഴിച്ചാൽ നിന്റെ എല്ലാ പ്രശ്നങ്ങളും തീരും. മെഹുന കൊള്ളപ്പെടോ, ഒന്ന് ചിരിക്കി പോട്ടേടാ. ലൈലു, ഒരു പ്രധാന കാര്യം, നീ ഭക്ഷണം കഴിച്ചിട്ട് യൂട്യൂബിൽ എന്റെ പ്രഭാഷണം കേൾക്കുക, എന്നിട്ട് നിന്റെ ആത്മീയത ഉണർത്തുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക. ലൈലു വരൂ, നിന്റെ ആത്മീയത. അച്ഛൻ മാസല്ലടാ. എങ്ങനെയുണ്ട്? മുറിയിലിരുന്ന് കേൾക്കാം. ഇല്ല, എനിക്ക് വീട്ടിൽ പോയിട്ട് കുറച്ച് അത്യാവശ്യമുണ്ട്. യൂട്യൂബില് എന്റെ വേറെയും കുറച്ച് പ്രസംഗങ്ങളുണ്ട്. പിന്നെ അച്ഛന്റെ ബെല്ലൈക്കൺ അമർത്തണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, എല്ലാവരെ കൊണ്ടും ഷെയർ ചെയ്യിപ്പിക്കണം. ഇടയ്ക്കൊക്കെ കമന്റ് വായിക്കണ നല്ലതാ. കുറച്ചാളായിട്ട് ആ ചേരി തന്നെയാ. ഇടയ്ക്കൊക്കെ താഴേക്ക് ഇറങ്ങ്. അപ്പൊ ഹാപ്പി നൈറ്റ്സ്. നീ അച്ഛന്റെ ലിങ്ക് ഷെയർ ചെയ്തായിരുന്നു. നെഞ്ചുവേദനയുടെ പ്രസംഗം കേൾപ്പിക്കാം. ചമ്മന്തിപ്പൊടിയില്ലേ അമ്മ? എവിടെ? ഇവിടെയാണോ? ഇതാ. അയ്യേ പറ്റിച്ച്, അത് കാലിടപ്പ ബണ്ടൻ. രണ്ടുപേരും കൂടെ രാവിലെ എങ്ങോട്ട് തെണ്ടാൻ പോവാണ്? നേരത്തെ കുടുംബത്തെ തീർക്കണം. തെണ്ടാനാ? ഞങ്ങള് കോളേജിൽ പോവാണ്. എന്തോ അസുഖം ഇറങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഇന്നലെ ലൈലയുടെ അച്ഛൻ ഫോണിൽ അയച്ചെന്നതാ. അതങ്ങനെ നാട്ടിലേക്ക് വരാണ്ടിരിക്കാനുള്ള ഉടായിപ്പാണ്. നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പിന്നെ എന്തിനാണ് പറയണത്? എടാ, അടുത്ത ശനിയാഴ്ച അപ്പൂപ്പന്റെ 80ാം പിറന്നാളാ. ആള് മറന്നിരിക്കുക. നമുക്ക് കുറച്ച് ബന്ധുക്കളെയൊക്കെ ഒന്ന് വിളിച്ച് ആൾക്ക് സർപ്രൈസ് കൊടുത്താലോ? അങ്ങനെ അടിപൊളിയായിക്കോട്ടെ. അത് തന്നെ. അമ്മക്ക് വേറെ പണിയൊന്നുമില്ലേ? സർപ്രൈസ്, എന്റെ ജീവിതമേ സർപ്രൈസ് ആക്കിയാ. നിന്നോടിപ്പോ ചോദിച്ചതാ പ്രശ്നമായേ. എനിക്ക് ഇഷ്ടമല്ല, നമുക്കറിയാലോ. പിന്നെ എന്തിനാണ് പറയണത്? ഇത് ദോഷമാണ്. നിനക്ക് ആരെങ്കിലും വിളിക്കാനുണ്ടെങ്കിൽ വിളിച്ചോട്ടേന്ന് കരുതി പറഞ്ഞതാ. ഞങ്ങൾ എന്തായാലും ഇത് ആഘോഷിക്കും. പിന്നെ ക്ഷണിക്കാതിരിക്കല്ലോ ഇവിടെ ആൾക്കാര്. വേറെ പണിയൊന്നുമില്ലേ? അങ്ങനെയാണെങ്കിലേ നമുക്ക് പായസം പഴയെടുത്ത് ഏൽപ്പിച്ചാലാ? ഏൽപ്പിക്കട്ട നല്ലല്ലേ? മേരി, മേരി, ഞാൻ നിന്നോട് പറഞ്ഞ കാര്യം എന്തായി? ഞാനുണ്ടാവില്ല, എനിക്ക് പ്രാക്ടീസ് ഉണ്ട്. എന്റെ കൂടെ 2 ദിവസം വന്നൂടെ നിനക്ക്? നാളെ കഴിഞ്ഞ് പോവും, സമയമില്ല. ഇവളോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ വന്നേ മിസ് ഉണ്ടാവൂലെന്ന്. നീ ചെല്ലി, ഞാൻ ഇവിടെ നിന്നോളാം. അസൈൻമെന്റ് അസൈൻമെന്റ് വെക്കേഷൻ തുടങ്ങുന്നതിന് മുമ്പ് ഒന്ന് കാണാൻ പറ്റിയല്ലോ. നീ തന്നെ എഴുതിയതാണോ ഇത്? എന്റെ ഹാൻഡ് റൈറ്റിംഗ് ആണ് മിസ്. മിസ് ഡി ഗ്രേഡാ, കഷ്ടമുണ്ട്. അറ്റൻഡൻസ് ഷോർട്ടേജ് ക്ഷമിക്കാം, എല്ലാം എങ്ങനെയല്ല സുര? ഭാഗ്യം. ഫിജു എന്തൊന്നും മിണ്ടാത്തെ? കിട്ടിയില്ലോ. ഒന്നുമില്ല മിസ്, നിങ്ങൾ സംസാരിക്കല്ലേ. അതാണൊന്നുമില്ല മിസ്സേ. അതെ, മറ്റേ കത്തുകൾ തന്നെ പിടിച്ചേർന്ന ലൈലാസുരൻ ചെല്ല്. മിസ്സേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. മിസ്സിന് മനസ്സിലായല്ലോ.
ഹലോ ആ പ്രദീപ് സാർ. അതൊക്കെ ഒരു രസമല്ലടാ ഹിഫു. മിസ് എന്നെ പറ്റി എന്ത് വിചാരിച്ചാണ്? ആ എല്ലാവരും പിള്ളേർക്ക് ക്ലാസ്സിൽ പോയിട്ടില്ല, എന്താണ് പരിപാടി? ബർത്ത്ഡേ ആണ്. എടാ അത് ഞാൻ കഴിച്ചാണ്. നീ കഴിക്കണ്ട. ഇവളുടെ എടാ, അവൾക്ക് ഇഞ്ചിക്കോളല്ലേ? രണ്ട് ഇഞ്ചിക്കോള എന്നാണ് വെച്ചത്. ഹായ്, പരിപ്പടാണോ? ഇന്ന് മേരി ഒന്നില്ലേ? മേരിനെ കണ്ടില്ലല്ലോ. എനിക്കൊന്നും അറിഞ്ഞൂടാ. ഇയാള് നല്ല ദേഷ്യത്തിലാന്ന് തോന്നുന്നു. കൂളാക്കാനായിട്ട് ഒരു തണുത്ത ലൈൻ പറയട്ടെ. ചേട്ടാ, എന്തോ കാര്യമുണ്ട്, പറ. അത് ഞങ്ങൾക്ക് ഈ പഴയ പള്ളികളെ കുറിച്ചൊരു പ്രോജക്റ്റ് ഒക്കെ ഉണ്ട്. അതിന്റെ റിസർച്ച് അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അത്രേ ഉള്ളൂ? നെറ്റിൽ സെർച്ച് ചെയ്താ പോരെ? ഇതൊക്കെ ഞാൻ പറഞ്ഞു തരണോ? അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. നമ്മള് നേരിട്ട് നിന്ന് കളക്ട് ചെയ്യണം. ചേർച്ചിനെ പറ്റിയുള്ള ഹിസ്റ്ററി, ഫോട്ടോസ്, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. എനിക്കാണെങ്കിൽ ഇവിടെ ആരും വലിയ പരിചയമില്ല. അതെന്താ അറിയോ, നമ്മൾ ഈ മനുഷ്യന്മാരുടെ അടുത്തൊക്കെ ഇടയ്ക്ക് വർത്താനം പറയണം, എന്നാലേ നമുക്ക് പരിചയം വരുള്ളൂ. അല്ലാതെ കുട്ടി വിചാരിക്കണാര് എല്ലാവരും കള്ളന്മാരും കോഴികളും പ്രശ്നക്കാരൊന്നുമല്ല. എന്നെപ്പോലെ കുറെ നല്ല ആൾക്കാരും ഉണ്ട്. എന്താ ഇരിക്കണേ? കുറച്ച് പഴയ പള്ളികളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അല്ലേ? ഞാൻ ശരിയാക്കി തരാം. മേഹോന 1 മിനിറ്റ്. എടാ, അതെ, നമ്മുടെ ക്ലാരയ്ക്ക് പഴയ പള്ളികളെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. എടാ, നീ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞ് അതൊന്ന് പറഞ്ഞ് ശരിയാക്ക് പ്ലീസ്. നമ്മുടെ കാരക്ക അവള് ഇവിടെ വെച്ചാൽ എന്റെ മൂത്രടിച്ച് മറന്നിട്ടില്ല. ഞാൻ തവക്കൂട്ടി വക്കാലത്തായിട്ട് വന്നാക്കണം. എടുത്ത് പഠിക്കണ കാര്യമായതുകൊണ്ടാണ് സഹായിക്കാന്ന് വിചാരിച്ചത്. നമ്മളോ പഠിക്കുന്ന ആൾക്കാരെങ്കിലും നമുക്കൊന്ന് സഹായിച്ചു കൊടുക്കാം. പറയടാ പ്ലീസ് പ്ലീസ്. അല്ലാണ്ട് മേരിക്ക് വേണ്ടിയിട്ടൊന്നുമല്ല. സംസാരിക്ക കഴിച്ചോ. സഹതാപം തോന്നിട്ടല്ല, ഇവൻ വന്ന് പറഞ്ഞു കരഞ്ഞ് കാല് പിടിച്ചോണ്ടാണ്. പഴയ എത്ര പള്ളികളെ കുറിച്ച് അറിയണം? 5 അഞ്ചല്ലേ? അതെ, പഴയ പള്ളികളെ കുറിച്ച് ഒരു ചെറിയൊരു റിസർച്ച് നമ്മുടെ കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടിക്കാണ്. ഒരു 5 പള്ളികളെ കുറിച്ച്. ഇംഗ്ലീഷാ? എനിക്ക് എന്റെ പേര് മാത്രമേ എഴുതറിയുള്ളൂ. കുട്ടീനെയൊക്കെ സമ്മതിക്കണം. പേടിക്കണ്ട, അവൻ ശരിയാക്കി തരും. ഓക്കെ, ശരി ശരി. അച്ഛനോട് ഞാൻ സംസാരിച്ച് 3 പള്ളികൾ അച്ഛനെ നേരിട്ട് അറിയാവുന്നുണ്ട്. അവിടെ അച്ഛൻ വിളിച്ച് സംസാരിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ബാക്കി പള്ളികളൊക്കെ അച്ഛൻ നോക്കിയിട്ട് പറയാന്ന് പറഞ്ഞു. പിന്നെ ഈ പള്ളികളൊക്കെ പല സ്ഥലങ്ങളായിട്ടാണ് ഉള്ളത്. പേടിക്കേണ്ട, അധികം ദൂരമൊന്നുമില്ല. എനിക്ക് ഈ സ്ഥലങ്ങളൊന്നും വലിയ പരിചയമില്ല. ആണോ? എന്നാ ഞാനൊരു കാര്യം ചെയ്യാം, ഈ പള്ളികളോടൊക്കെ കുട്ടറെ വീട്ടിലേക്ക് വരാൻ പറയാം. ഇയാൾ ഈ നാട്ടുകാരൊന്നുമല്ലേ? കുഴപ്പമില്ല, ഞാൻ പൊക്കോളാം. എനിക്ക് ആ ഡീറ്റെയിൽസ് തന്നാ മതി. ശരി, അയച്ചേക്കാം. ഫിജു, സോറി. അന്ന് പെട്ടെന്നുള്ള ദേഷ്യത്തില് അറിയാതെ സോറി. എനിക്കും വേണ്ടി ഇയാളുടെ സോറി. പ്രോയിറ്റ് കഴിയുമ്പോ ഒരരയുടെ പെപ്സിയും ഒരു ഫുൾ അൽഫാമന്തിയും മേടിച്ചു. പിന്നെ കുട്ടി മേടിക്കണ്ട, പ്രോയിറ്റ് എന്ത് ചിലപ്പോഴെങ്കിലും സഹായിക്കും അല്ലടാ? ഞാനാ? കൂടെ ചെല്ലി, നിനക്കല്ലേ സഹായിക്കണ്ടേ, പഠിപ്പിക്കണ്ടേ? ഹായ്. അല്ല, ഞാൻ കരുതി ലൈലാസുരം വരുന്നില്ലാന്ന്. പോവാം. അല്ല, വണ്ടി എടുക്കുന്നില്ലേ? എന്തിനാണ് 2 വണ്ടി? നമുക്ക് ഈ വണ്ടി പോയ പോരെ? എന്നാ ഓടിച്ചോ. ഞാൻ ഓടിക്കണോ? പട്ടേരാ, ആ വണ്ടി അന്തരം വയ്ക്കോ? ചാവി. എന്നാ ഹെൽമെറ്റ് വെച്ചോ. ഇരുന്നോ? പോവാം. പാട്ട് പോയാ? തിരമാലയായി തടം തൊടും കാൽ നനച്ചിടും പോയകന്നിടും പിരിയാതെയായി ദിനം ഇതം ഓർമ്മകൾ ചിരം പെയ്തിടുന്നകം. ഇതൊക്കെ ഇപ്പൊ എടുത്തു. എന്നെനിക്കൊന്ന് വാട്സാപ്പ് ചെയ്യോ? ലൈലാസുറിന്റെ നമ്പർ താ. ഇതൊക്കെ എന്ത്? അല്ല, വാട്സാപ്പ് ഡോക്യുമെന്റ് ആയിട്ട് അയക്കാന്ന് പറയായിരുന്നു. 940004. നിനവായിരം തെളിയുന്നിതാ കണ്ണകന്നു പോയ പോലെ കരണകന്നുവോ.
അലയേ അരികിൽ അണയേ കാര്യം പറയേ പറയാതറിയാതരികിൽ അലയേ ഞാനേ നീരുന്നു നിറയും നീതൻ പ്രഭാവമെങ്ങും താനേ ഇതിൻ ഉയർ തരംഗമായി പതിയേ ലൈലെ കഴിച്ചിട്ട് പോടാ. എന്ത് ജന്മാണിത്? ഭായ് സാബ് ക്ലാര मैं सब बाहर गया എന്താ पोई सेटा पोई അച്ഛാ ആ ഹലോ ഹലോ ഞാനവിടെ വീട്ടിലുണ്ട്. ലൈലാസുനെ കാണാതായപ്പോ ഞാൻ ഒറ്റയ്ക്ക് പോന്നു. ലൈലാസുനെ ഒരു കാര്യം ചെയ്യും, ഒരു ബസ് പിടിച്ചു പോന്നാ മതി. പിന്നെ ബസ് കയറി എന്റെ പട്ടി പോവും. നിറമേ നിറമേ അഴകിൻ നിറമേ നീയേ 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 നിലവേ നിലവേ ഇരവിൻ ഒളിയേ നീയേ 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 പിരിയാതെയായി ദിനം ഇതം ഓർമ്മകൾ ചിരം പെയ്തിടുന്നകം തിരമാലയായി തടം തൊടും കാൽ നനച്ചിടും പോയകന്നിടും ദിനരാവുകൾ തളിരാതെയായി തേഞ്ഞിടുന്ന ലാവ് പോലെ മാഞ്ഞിടുന്നു നീ മെല്ലെ നിനവായിരം തെളിയുന്നിതാ കണ്ണകന്നു പോയ പോലെ കരളകന്നുവോ സൂര്യാസ്തമയ സമയത്ത് ഇങ്ങനെ തിരമാലകളൊക്കെ നോക്കിയിരിക്കാൻ നല്ല രസാലേ. എന്താ പറഞ്ഞേ? കുന്തം. പിന്നെ 2 ദിവസത്തേക്ക് ഞാൻ ഉണ്ടാവില്ല. ഞാനും ഉണ്ടാവില്ല. അപ്പൂപ്പന്റെ ബർത്ത്ഡേ വീട്ടില് കുറെ ആൾക്കാർ വരുന്നുണ്ട്. ഞങ്ങളൊന്നും വിളിക്കുന്നില്ലേ? എന്തിന്? നിങ്ങളൊക്കെ വലിയ കാശുകാരല്ലേ? എന്താ ചിരിക്കണേ? അവിടെ വാസ്കോ ഡ ഗാമ കപ്പൽ അവിടെയാണെന്നാണ് അപ്പൂപ്പൻ പറഞ്ഞത്. അത് നിന്നെ ചുമ പറ്റിക്കാൻ പറഞ്ഞായിരിക്കും. ആണല്ലേ? സംശയം ക്ലാര പറഞ്ഞായിരിക്കും. ശരി, അവിടെ തന്നെ ആയിരിക്കും. എടാ നീ എന്ത് പറഞ്ഞാലും വിശ്വസിക്കോ? എന്ത് പറ്റിയടാ? നിനക്കെന്താ ഭയങ്കര വിഷമം? എനിക്കൊരു സന്തോഷമില്ലടാ, ആകെ ഭയങ്കര സങ്കടം. ഫിജോ എന്തോ ഫിജോ ഒരു മിനിറ്റ്. എന്താ മിസ്സേ? എന്നോട് സാർ എല്ലാം പറഞ്ഞു. ആ കവിതകളൊക്കെ ഫിജോ എഴുതിയതാണല്ലേ? അത് മിസ്സേ, ഞാനത് എനിക്ക് മിസ്സിനോടത് തുറന്നു. ഫിജോന്റെ ഈ തമാശകളാണ് എന്നെ സാറിനെ ഒരുമിപ്പിച്ചത്. അതുകൊണ്ട് ആ കവിതകളൊക്കെ ചേർത്ത് ഒരു പുസ്തകമാക്കാൻ ഞാനും സാറും തീരുമാനിച്ചു. അതിന്റെ ആദ്യ കോപ്പി ഫിജോയ്ക്ക് തരാനാ ഞാൻ വന്നത്. നന്നായി എഴുതുന്നുണ്ട്, ഇനിയും എഴുതണം. അസൈൻമെന്റ് കൂടെ സ്വന്തമായിട്ട് എഴുതണോട്ടോ.
ജൂജു ഫെർണാണ്ടസ്. ടിജു ഫെർണാണ്ടസ്. നല്ല കവിതകളാ അയാളുടെ. ഹൃദയത്തിൽ കുന്തമുനകൾ പോലെ സ്പർശിക്കുന്ന വരികളാ. ഇരുത്തം വന്ന ഒരു കവിയാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി എഴുതണം കേട്ടോ. പൈസ എന്നെ പോയാലോ? കേറ്. ടീച്ചർക്ക് സ്പീഡ് കുഴപ്പമില്ലല്ലോ. ഏയ് പോട്ടെ. ഓക്കെ ഷിജോ, കാണാം. ഞാൻ ചിലപ്പോൾ 140 കിലോമീറ്റർ സ്പീഡിലൊക്കെ പോയിക്കളേ. ഈ ബൈക്ക് കൈ കിട്ടി കഴിഞ്ഞാൽ പിന്നെ എന്റെ സ്പോർട്സ് മാൻ ഉണ്ട്. രാമാടാ, നീ ഇതിനെ എങ്ങനെ പതിപ്പിച്ചോണ്ടിരിക്കുക? നീ ഒന്ന് പോയി കുളിക്കേ. എന്നാ പാപ്പം വന്ന് കഴുകു, ഞാൻ പോയി കുളിക്കാം. രാവിലെ തന്നെ ഓരോരുത്തരന്മാരെ ഇറങ്ങിക്കോളും മനുഷ്യനെ മെനകെടുത്താൻ. ഒരു പണിയും മര്യാദ ചെയ്യാൻ സമ്മതിക്കൂലോ. അത് കഴിയുമ്പോഴേ ഇതും കൂടെ ഒന്ന് കഴിയുവേ. എടലേ നിനക്ക് കുളിച്ച് ഡ്രസ്സൊക്കെ ഒന്ന് മാറിക്കൂടെ? ഇവിടെ ഒരു പരിപാടി നടക്കല്ലേ. മാറിക്കോളാ. ഇനി എപ്പോഴാ? ആരോട് പറയാൻ? നമുക്കുണ്ട് ബർത്ത്ഡേ. എന്ത് സർപ്രൈസ്? മനുഷ്യനെ നാണം കെടുത്താനായിട്ട്. ആരാണാവോ? സർപ്രൈസ് ആണല്ലോ. അമ്മേ തോർത്തെടുത്തോ? ക്ലാര, ലൈലാസറിന്റെ ഫ്രണ്ടാ. അവനാരെ വിളിക്കാനില്ല എന്ന് പറഞ്ഞിട്ട് ആ മോളകത്തേക്ക് വാ. അവൻ കുളിക്കാതെ നിൽക്കായിരുന്നു. മോളെ കണ്ടപ്പോ കുളിക്കാൻ ഓടിയിട്ടുണ്ട്. ക്ലാര മോളിരിക്കേ. ആ ക്ലാര, പ്രോജക്റ്റ് കഴിഞ്ഞ? ആ പാപ്പ വാങ്ങിട്ട് നോക്കിയേ. എങ്ങനെയുണ്ട്? പുളിയായിട്ടില്ലേ? ആടത് ഞങ്ങളുടെ കോളേജിലുള്ളതാണ്. ഇതെന്നാ ചെങ്കുടിയോ? ചെങ്കുടി ഒന്നുമല്ല, ഒരു സക്കാവിന്റെ കേക്കാകുമ്പോ നല്ല കമ്മലാണല്ലോ. അടുക്കള ഒരു ഡൈപ്പുകളേ. മോളുടെ പേരെന്താ? ഇന്ദാമാണ്. ചേച്ചിനെ അടുക്കുന്ന വെച്ചാൽ മതി. ചേച്ചി സ്കൂട്ടറിൽ ഇവിടെ വന്നിരുന്നോ? എവിടെയോ കണ്ട മതി. എന്റെ അപ്പൂപ്പന്റെ ജിമ്മിക്ക് കമ്മൽ. Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday to you. നീങ്ങുവാ. നീയല്ല ഇവൻ. ക്ലാരപ്പ വന്നു. നമ്മള് മാച്ചല്ലോ. ഇത് പിടിച്ചേ. എന്തിനാ? നീ എടുത്തു കൊടുക്കടാ. കൽപ്പൂരപ്പൂവിന് അത്ര പോരാ. നീ തന്നെ കഴിച്ചാ മതി. വേണ്ട. നമുക്ക് എല്ലാവർക്കും സെൽഫി എടുക്കാം. സെൽഫി എടുക്കാം. എല്ലാരും കയറിയേക്കാം. നോക്കിയേ, വാ കുറച്ച് അടുത്തേക്ക് വാ. നോക്കിയേ, സ്മൈൽ. ഒന്നൂടെ സ്മൈൽ. കണ്ട, ഇത് ലൈലച്ചേട്ടൻ ഷഡ്ഡിയിട്ട ഫോട്ടോ. ഇപ്പുറത്ത് ലൈലച്ചേട്ടൻ ഷഡ്ഡിയിടാത്ത ഫോട്ടോ. വന്ന് അയ്യേ, അതെ ഈ പിള്ളേര് ചുമത്താൻ. ഇതെല്ലാം കുഞ്ഞിന്റെ ഫോട്ടോ അല്ലേ? ഈ ഫോട്ടോക്ക് എന്താ കുഴപ്പം? ഓഹോ, അങ്ങനെയാണോ? ഞാൻ ഇപ്പൊ ശരിയാക്കി തരാട്ടാ. ക്ലാര നിക്ക്. എടാ ഇതാണോ കുട്ടി? ഇതൊന്നുമല്ല, പക്ഷെ ഏകദേശം ഇതുപോലെയൊക്കെ തന്നെ ഇരിക്കും. ആ നോക്കട്ടെ. നോക്കട്ടെ. അങ്ങനെ നോക്കണ്ട. ആരെയും കാണിക്കാതിരിക്കാൻ മാത്രം ഇതിനകത്ത് എന്താ വല്ല നിധി? മാറ്.
ഇതിലേ കുറേ വർഷങ്ങളുടെ പഴക്കമുള്ള ഒരു സംഭവമുണ്ട്. അത് കാണുന്നവർ കണ്ടോളും. സദ്യ റെഡിയായി, വാ പോവാം, വാ നടക്ക് നടക്ക്. ഇതിലെ ക്ലാര, ഈ കൂട്ടുകാരി എന്ന് വെച്ചോക്കെ അടിപൊളിയാ. ഇഷ്ടായോ? എന്ത്? സദ്യ, പായസം, വീട്. സദ്യയും വീടും വീട്ടുകാരും എല്ലാം ഇഷ്ടായി. പിന്നെ പിന്നെ ഒന്നുമില്ല. ഇതിനകത്ത് മീനൊക്കെ ഉണ്ടട്ടാ. അപ്പം പിടിച്ചിട്ടാ. ചേച്ചി വാ നമുക്ക് ഊഞ്ഞാലാടാം. ഒന്ന് പോയോടി. എന്ത് സാധനം ഇത്? നീ കളത്തിൽ കല്ലെറിഞ്ഞോ? ഈ കുട്ടിപ്പിശാചിന് വരാൻ കണ്ട നേരം. ആണോ? അപ്പൊ അവിടെ ഒന്നും ചെയ്യില്ലേ? ഇന്ന് ഞാൻ പായസം ഉണ്ടാക്കിയില്ല, അല്ലെങ്കിൽ എല്ലാ പ്രാവശ്യം ഞാനാ ഉണ്ടാക്കാറ്. ഇത്തവണ അമ്മ സമ്മതിച്ചില്ല, അതുകൊണ്ട് പാലാണ്. വാ ചേച്ചി, ഞാൻ ആട്ടിത്തരാം. വാ ചേച്ചി, വാ ഇരി. ഐഫോൺ എനിക്ക് വലിയച്ഛൻ കണ്ടെത്തരാന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയുണ്ട് സദ്യക്ക്? ചേച്ചിയെങ്കിലും പറഞ്ഞല്ലോ. ചേച്ചി എന്തു പറ്റി? പപ്പ ഒന്ന് അകത്തിട്ട് പോവല്ലേ പപ്പ? ഷൂസ് ഊരണോ? വേണ്ട. ഏതാണ് ഈ മാന്യൻ? അപ്പ ഇതെന്റെ പപ്പ. നമസ്കാരം. നമസ്കാരം. തോമസ് കുര്യൻ. ഇവിടെ ഒരു ഫംഗ്ഷൻ നടക്കുന്നത് മോള് പറഞ്ഞിരുന്നു. ആരുടെ പിറന്നാളായിരുന്നു? എന്റെ തന്നെയാ. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. തോമസ് ഇരിക്കെ, ഊണ് കഴിച്ചിട്ട് പോവാം. അയ്യോ വേണ്ട, ഞാൻ കഴിച്ചിട്ടാ വന്നത്. വേണമെങ്കിൽ ഒരു ഗ്ലാസ് പായസം ആവാം. അമ്മ പായസം. അയ്യോ വേണ്ട, സോറി, ഞാൻ പറയാൻ മറന്നുപോയി. എനിക്ക് ഷുഗറിന്റെ പ്രശ്നമുണ്ട്. പിന്നീട് ഒരിക്കലാവാം. ഇറങ്ങട്ടെ എന്നാ മോളെ, ഇറങ്ങാം. ലൈലസുര ഒന്ന് വരണേ. എന്താ? ക്ലാരയുടെ എൻഗേജ്മെന്റ് ലെറ്റർ പ്രിന്റ് ചെയ്ത് കിട്ടിയതേ ഉള്ളൂ. ഓർമ്മയില്ലേ? ഇദ്ദേഹത്തിന്റെ സെലക്ഷനാ. ഡിസൈൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ ഇനി വിളിച്ചില്ല എന്ന് പറയരുത്. നേരത്തെ തന്നെ അങ്ങ് എത്തിയേക്കണം. ഓക്കെ? കേറ് മോളെ, ഞങ്ങൾ വരട്ടെ എന്നാ.